ജാംസെറ്റ്ജിയുടെ 1904 മരണശേഷം അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ദൊറാബ്ജി ടാറ്റ ചെയർമാനായി. സർ ദൊറാബ്ജി 1907 ടാറ്റ സ്റ്റീൽ എന്നറിയപ്പെടുന്ന ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥാപിച്ചു. ഗ്രൂപ്പിന്റെ ആഗോള അഭിലാഷങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ടാറ്റ ലിമിറ്റഡ് ലണ്ടനിൽ അതിന്റെ ആദ്യത്തെ വിദേശ ഓഫീസ് തുറന്നു. സ്ഥാപകന്റെ ലക്ഷ്യങ്ങളെ പിന്തുടർന്ന് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം ജീവൻ പ്രാപിച്ചു. ടാറ്റ പവറിന് ജന്മം നൽകി. മറ്റൊരു സ്വപ്നം സാക്ഷാത്കരിക്കൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിതമായി. 1911 ആദ്യത്തെ വിദ്യാർത്ഥി സംഘത്തിന് പ്രവേശനം നൽകി. 1938, 1991, 1938 ജെ.ആർ. ഡി. ടാറ്റയെ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ആസ്തി $101 മില്യൺ നിന്ന് $5 ബില്യൺ ഡോളറിലധികമായി വളർന്നു. അരനൂറ്റാണ്ടിനുശേഷം 1988 അദ്ദേഹം പോയപ്പോൾ 14 സംരംഭങ്ങളിൽ തുടങ്ങി ടാറ്റ സൺസ് 95 സംരംഭങ്ങളുടെ ഒരു കൂട്ടായ്മയായി വളർന്നു. കമ്പനി ആരംഭിച്ചതോ അവയ്ക്ക് നിയന്ത്രണ താൽപ്പര്യമുള്ളതോ ആയ സംരംഭങ്ങളാണ് ഈ സംരംഭങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്. കെമിക്കൽസ്, ടെക്നോളജി, കോസ്മെറ്റിക്സ്, മാർക്കറ്റിംഗ്. അമേരിക്കൻ ആഭ്യന്തരയുദ്ധം മൂലമുണ്ടായ ബോംബെയിലെ പരുത്തി ഉയർച്ചയുടെ സമയത്ത് ജംഷഡ്ജി നസർവാൻജി ടാറ്റയും അദ്ദേഹത്തിന്റെ പിതാവും ഏഷ്യാറ്റിക് ബാങ്കിംഗ് കോർപ്പറേഷനിൽ പങ്കാളികളായി. എന്നിരുന്നാലും വിപണി ഇടിഞ്ഞപ്പോൾ സ്ഥാപനം ഗണ്യമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു. 1868 അബിസീനിയയിലേക്കുള്ള നേപ്പിയറിന്റെ പര്യവേഷണത്തിനായി കമ്മീഷണറേറ്റ് വിതരണം ചെയ്യുന്നതിനുള്ള ലാഭകരമായ കരാറിൽ ഒരു പങ്ക് നേടിയതിനുശേഷം കുടുംബത്തിന്റെ സമ്പത്ത് ഗണ്യമായി മെച്ചപ്പെട്ടു. തന്റെ കരിയറിൽ ഉടനീളം ടാറ്റ 4 പ്രധാന അഭിലാഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു ഇരുമ്പ് ഉരുക്ക് കമ്പനി സ്ഥാപിക്കുക, ഒരു നാഴികക്കല്ലായ ഹോട്ടൽ നിർമ്മിക്കുക, ഒരു ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുക, ജലവൈദ്യുത വികസനം. 1868, 1937. തിരുത്തുക. 1870 21,000 രൂപ മൂലധനത്തോടെ അദ്ദേഹം ഒരു വ്യാപാര കമ്പനി സ്ഥാപിച്ചു. കൂടാതെ അദ്ദേഹം ചിഞ്ച്പോക്ലിയിൽ പാപ്പരായ ഒരു എണ്ണമിൽ വാങ്ങി അലക്സാണ്ട്ര മിൽ എന്ന പേരിൽ ഒരു കോട്ടൺ മില്ലാക്കി മാറ്റി. 2 വർഷത്തിനുശേഷം അദ്ദേഹം അത് ലാഭത്തിന് വിറ്റു. 1874 അദ്ദേഹം നാഗ്പൂരിൽ എംപ്രസ് മിൽ എന്ന പേരിൽ മറ്റൊരു കോട്ടൺ മിൽ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 1903 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതി ഹോട്ടലായി കൊളാബ കടൽത്തീരത്ത് കമ്പനി താജ്മഹൽ ഹോട്ടൽ തുറന്നു. എഞ്ചിനീയറിംഗ്, നിർമ്മാണം, ചായ, സോഫ്റ്റ്വെയർ സേവനങ്ങൾ തുടങ്ങിയ പുതിയ മേഖലകളിൽ ടാറ്റ അവർക്ക് അംഗീകാരം നേടിക്കൊടുത്തു. 1932 ടാറ്റ എയർ സർവീസസ്, പിന്നീട് ടാറ്റ എയർലൈൻസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു, എന്നറിയപ്പെടുന്ന ഒരു എയർലൈൻ ടാറ്റ സ്ഥാപിച്ചു. 1953 ഇന്ത്യ ഗവൺമെന്റ് എയർ കോർപ്പറേഷൻസ് ആക്ട് പാസാക്കുകയും ടാറ്റ സൺസിൽ നിന്ന് കാരിയറിലെ ഭൂരിപക്ഷ ഓഹരികൾ ടാറ്റ സൺസിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. എന്നിരുന്നാലും ജെ.ആർ. ഡി. ടാറ്റ 1977 വരെ ചെയർമാനായി തുടരും. 1945 ടാറ്റ മോട്ടോഴ്സ് സ്ഥാപിതമായി. ആദ്യം ലോക്കോമോട്ടീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1954 ഡൈംലർ ബെൻസുമായി ഒരു സംയുക്ത സംരംഭം രൂപീകരിച്ചതിനുശേഷം വാണിജ്യ വാഹന വിപണിയിൽ പ്രവേശിച്ചു. 1968 ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സ്ഥാപിതമായി. 1991, 2024. 1991 രത്തൻ ടാറ്റ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി. ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ വർഷമായിരുന്നു ഇത്. വിദേശ എതിരാളികൾക്ക് വിപണി തുറന്നുകൊടുത്തു. ഈ സമയത്ത് ടാറ്റ ഗ്രൂപ്പ് നിരവധി കമ്പനികളെ ഏറ്റെടുക്കാൻ തുടങ്ങി. 2000 ഫെബ്രുവരിയിൽ ടാറ്റ ഗ്രൂപ്പ് ടെറ്റ്ലിയെ വാങ്ങി. അതിനുശേഷം 2007 അവർ കോറസ് ഗ്രൂപ്പിനെ ഏറ്റെടുത്തു. അടുത്ത വർഷം കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ടാറ്റ മോട്ടോഴ്സ് ടാറ്റ നാനോ പുറത്തിറക്കി. അതിനെ ലോകത്തിലെ ഏറ്റവും താങ്ങാനാവുന്ന കാർ എന്ന് അവതരിപ്പിച്ചു. കൂടാതെ ഫോർഡ് മോട്ടോർ കമ്പനിയിൽ നിന്ന് ജാഗ്വാർ, ലാൻഡ് റോവർ എന്നിവ ഏറ്റെടുത്തു. 2017 നടരാജൻ ചന്ദ്രശേഖരനെ ചെയർമാനായി നിയമിച്ചു. ബിസിനസ് ലംബങ്ങൾ പുനഃക്രമീകരിക്കുന്നതിലും കമ്പനികളിലെ പ്രൊമോട്ടർ ഓഹരി ഉടമസ്ഥാവകാശം വർദ്ധിപ്പിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് പാപ്പരത്ത നിയമത്തിലൂടെയും ഇകൊമേഴ്സിലെ നിക്ഷേപങ്ങളിലൂടെയും ഏറ്റെടുക്കലുകൾ നടത്തി. എയർ ഇന്ത്യയ്ക്കുള്ള ബിഡ് നേടിയുകൊണ്ട് അതിന്റെ എയർലൈൻ ബിസിനസ് വികസിപ്പിച്ചു. എയർ ഏഷ്യ ഇന്ത്യയെ പൂർണ്ണമായും വാങ്ങി. ആരോഗ്യ സംരക്ഷണം, ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഭാവി തന്ത്രമെന്ന് അദ്ദേഹം പരാമർശിച്ചു. ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയ്ക്ക് എയർ ഏഷ്യ ഇന്ത്യയെ ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം സമർപ്പിച്ച് ഏകദേശം 2 മാസത്തിനുശേഷം അനുമതി ലഭിച്ചു.
എയർ ഏഷ്യ ഇന്ത്യയിലെ മുഴുവൻ ഓഹരികളും ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സിസിഐ അംഗീകാരം നൽകി.